കൂട്ടബലാത്സംഗത്തിനിരയായ കുട്ടിയുടെ 5 മാസം പ്രായമുള്ള ഗർഭം അലസിപ്പിക്കാനാകില്ലെന്ന് കോടതി. അത് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് തന്നെ ഭീഷണി. മതിയായ തെളിവ് ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ 5 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം. ഇതൊക്കെ പെൺപിള്ളേരാ ശ്രദ്ധിക്കേണ്ടത്. നിനക്കറിയാത്തതല്ലോ. ഇനിയിപ്പൊ സഹിച്ചോ. നാശം പിടിക്കാനായിട്ട് ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും. ഇനി നിനക്ക് താഴെ ഒരു പെൺകുത്തി വളർന്നു വരുന്നുണ്ട്. നന്ദനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ വരട്ടെ, അവന്റെ തീരുമാനം പറയട്ടെ. മോളെ, നിന്റെ തീരുമാനം? എന്തിനാ അവളോട് ചോദിക്കുന്നേ? ആ നാശത്തിനെ നമുക്ക് വേണ്ട. ആരുടേതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒന്നിനെ. സുമേ, നിർത്ത്. അവൻ വരട്ടെ, എന്നിട്ടാകാൻ തീരുമാനം. ഞാൻ ചെയ്ത തെറ്റെന്താണ്? നീയും തെറ്റ് ചെയ്തു. എന്ത് ചെയ്യാനാ? നന്ദൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ആ ചേട്ടൻ പറയുന്നു. പത്രക്കാരും ടി വിക്കാരും ഒക്കെ വിട്ടമിട്ട. താഴെ ഒരെണ്ണം വളർന്നു വരുന്നില്ലയോ? അതിന്റെ കാര്യം നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതിനെ വല്ല ശിശുക്ഷേമക്കാർക്കും കൊടുക്കാം. അശ്രീകരം. ഓ, ഞാൻ പോകാറില്ല. മാമൻ കെട്ട് മനുഷ്യന്റെ തൊലി ഉരിയോ? ഞാനും നീയുമാണോ തെറ്റ് ചെയ്തത്? അതെ, പെണ്ണായി പിറന്നുപോയി. തെറ്റാണ്. അമ്മേ, അമ്മേ, അമ്മ.
നന്ദേടൻ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്ര വിളിച്ചു? എൻ്റെ തീരുമാനം പോലെ ചെയ്യാമെന്നാ അമ്മയൊക്കെ പറയുന്നത്. നീ പറ. ഇപ്പൊ തന്നെ എല്ലാവരും ഓരോന്ന് പറയുന്ന കേട്ടിട്ട് തൊലി എരിയുന്നു. ലച്ചു, വേറെ എന്താണെങ്കിലും ഞാൻ നിന്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇതിപ്പോ ആരൊരാണെന്ന് നിനക്ക് പോലും പറയാൻ കഴിയാത്ത എന്താണ് മാഡം, എന്താണ് ഈ നോക്കുന്നത്? നന്ദേട്ടാ, ഇതുപോലെ എങ്ങാനും എനിക്ക് സംഭവിച്ച എന്നെ വേണ്ടാന്ന് നോക്കോ? പറ. എന്താടി തന്നെ നീ എൻ്റെതല്ലേ? ദേ, ഈ ശരീരത്തിനല്ല, ഈ മനസ്സിനെയാണ് നമ്മൾ സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത്. എന്നും എപ്പോഴും എന്തു വന്നാലും നന്ദൻ അവൻ്റെ പെണ്ണിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കും.
വാശി മാത്രം. നീ, നിനക്ക്, ഞാനും. തെറ്റ് ഞാനായിരുന്നു. ശരികൾ ലോകമേ നീയും. ഗർഭപാത്രത്തിനാൽ ജനിച്ചു. ഗർഭപാത്രവുമായി മറ്റൊരു ഗർഭപാത്രത്തെ നൽകുവാനോ? നിന്നോടല്ലേ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞത്? അമ്മു, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഒരുത്തി വരുത്തി വെച്ചതൊന്നും പോരെ. എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയുന്നത്? അയ്യോ, അല്ലെങ്കിൽ ഇപ്പൊ നാട്ടുകാർ നല്ലതാണല്ലോ പറയുന്നത്. ഇവക്ക് രാത്രി സുമയുടെ വീട്ടിൽ പോണമെന്ന് ഒരുത്തി പോയതിന്റെയാണ് അനുഭവിക്കുന്നത്. ഓ, അല്ലെങ്കിൽ നാട്ടുകാർ നല്ലതാ പറയുന്നേ. ആരാന്റെ അറിയാൻ വയ്യാത്ത ഒരു കൊച്ചിനേക്ക് എന്നെ കൊണ്ട് പറപ്പിക്കരുത്. അമ്മു, നീ അമ്മ പറയുന്നത് കേക്ക്. ചേച്ചി ഇതുപോലെ ഒരു ദിവസം രാത്രി പോയതിന്റെയാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. അമ്മ പറഞ്ഞിട്ടില്ലേ പെൺകുട്ടികൾ രാത്രി ഇറങ്ങി നടക്കരുതെന്ന്? മോനെ, നീ ഇതാ സുമ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടോ. നിങ്ങളിത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. സ്ത്രീകൾ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ 20 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ്? വീട്ടിൽ നിന്ന് 50 അടി മാത്രം ദൂരെയുള്ള സ്വന്തം അമ്മായിയുടെ വീട്ടിലേക്ക് പിറന്നാൾ പായസവുമായി പോയതാണോ? അതോ ആ ഇരുട്ടിൽ കാമാർത്തി തീർക്കാൻ കാത്തിരുന്ന ചെന്നായ്ക്കളെ അറിയാതെ പോയതോ? ഓക്കെ മാം, ജോസഫ് സാർ പറയൂ. അതെ അതെ, ആ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ വീടകങ്ങളിൽ പോലും സുരക്ഷിതരല്ല. മാറേണ്ടതും മാറ്റേണ്ടതും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ്. സംഭവിക്കുന്നതിനൊക്കെ പെണ്ണിനെ മാത്രം ക്രൂശിക്കുന്ന ഈ രീതി നീച സമൂഹത്തിന്റെ ജീർണിച്ച മസ്തിഷ്കമാണ്. ഇതാണ് മാറേണ്ടത്. പെണ്ണിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഇവിടെ പരാമർശിച്ച സുദേവനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. മാസങ്ങൾ മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ കാമഭ്രാന്തിന് ഇരയാക്കപ്പെടുന്നത് എന്ത് വസ്ത്രധാരണത്തിന്റെ കുഴപ്പം കൊണ്ടാണ്? ഏതു നേരത്തെ ഇറങ്ങി നടന്നതുകൊണ്ടാണ്? മാറേണ്ടത് ഈ സമൂഹത്തിലെ പുരുഷവർഗത്തിന്റെ ചിന്താഗതികളാണ്, സംസ്കാരമാണ്. സ്ത്രീയെ ഒരു മാംസപിണ്ഡമായി മാത്രം കാണുന്ന കാമാർത്തി കലർന്ന കണ്ണുകളാണ് ചൂഴ്ന്നെറിയപ്പെടേണ്ടത്. താങ്കൾ ഞാൻ പറയുന്നത് വളച്ചൊടിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പെൺകുട്ടികൾ കുറെ കൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ കുറെ കൂടി അവർ ശ്രദ്ധിക്കണം. ഇരയുടെ കാര്യവും വ്യത്യസ്തമല്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ജോസഫ്. ഓക്കെ, അപ്പോൾ താങ്കൾ പറയുന്നത് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പ്രത്യേക സമയം, പ്രത്യേക റൂട്ട്, റെഗുലേഷൻ, പിന്നീട് പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടെന്നാണല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് മാരുതി കിച്ചണിലേക്ക് മടങ്ങി വരാം. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ടോണി പറയേണ്ടത്? ഇരയെന്നൊരു പെൺകുട്ടിയെ വിളിക്കപ്പെടുമ്പോൾ ശരിക്കും വിഷമം തോന്നാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇരയെന്നും വേട്ടക്കാരനെന്നും ഒരു സമൂഹം ചാപ്പ കുത്തി പറയുമ്പോ ലജ്ജ തോന്നാറുണ്ട് ശരിക്കും. ശരീരത്തിൽ എന്തൊക്കെയോ കൊണ്ട് നടക്കുന്ന ഒരു ജീവിയായി പെണ്ണിനെ സമൂഹം മുദ്ര കുത്തുമ്പോൾ ആണിനെവിടെയും സ്വതന്ത്രനായി സഞ്ചരിക്കാനാകുന്നു എന്നത് വിരോധാഭാസമാണ്. പെണ്ണിനെ വീണ്ടും വീണ്ടും സമൂഹ മധ്യത്തിലും ഇതുപോലെയുള്ള അന്തിച്ചർച്ചകളിലും വലിച്ചു കീറുമ്പോൾ ഇതിന് കാരണഭൂതരായവർ ഇപ്പോഴും ഒരു പരാമർശത്തിൽ പോലും വരാതെ തല ഉയർത്തി നടക്കുന്നു എന്നത് വളരെ വേദനാജനകമാണ്. ശരി ശരി, സമയം അവസാനിക്കുന്നു. മേൽക്കോടതിയിലെങ്കിലും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നന്ദി മാരുതി ടീച്ചർ, ജോസഫ് സർ, PK സുദേവൻ. ഇവന്മാരൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്താ? പോയതൊക്കെ പോയില്ലേ, അവൾക്കല്ലേ നഷ്ടം. എന്താ അമ്മ ചേച്ചിക്ക് പോയത്? പോടാ പോടാ, പോയി കിടന്നു തുടങ്ങണം. മോക്ക് സങ്കടമല്ലേ?
ഇല്ല അച്ഛ, എനിക്ക് സങ്കടമൊന്നുമില്ല. നന്ദേട്ടൻ ചെയ്തതാ ശരി. ആരുടേതാണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റാത്ത ഇങ്ങനെ ഒരു പെണ്ണ് നന്ദേട്ടന് വേണ്ട അച്ഛ. നന്ദേട്ടൻ ചെയ്തതാ ശരി, ഞാൻ വേണ്ട. മോളെ അച്ഛൻ സങ്കടപ്പെടണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല. എന്ത് ചെയ്യാനാ ഗീതേ, ഇനി പറഞ്ഞിട്ട് എന്താ? നന്ദനെ പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലേ ചേച്ചി, ഇനിയിപ്പോ കുഞ്ഞിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ആ സുമതി ചോദിച്ചായിരുന്നു. ഓ, ഇതുങ്ങളെ കൊണ്ട് തോറ്റു. കുഞ്ഞ് അതിനെ ശിശുക്ഷേമ സമിതിക്കാർക്ക് എങ്ങാനും കൊടുക്കാം. അവള് സമ്മതിച്ചോ? അതിന് അവളുടെ സമ്മതം എന്തിനാ? പിന്നെ ആരുടേതാണെന്ന് അറിയാത്ത ഒന്നിനെ അവള് പോറ്റുമോ? എന്നാലും ചേച്ചി, കഷ്ടമല്ലേ അവളുടെ കാര്യം? നന്ദനെങ്കിലും അവളെ. ഓ, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവളുടെ ഭാവി പോയി. അതായിരിക്കും ഈശ്വര നിശ്ചയം. പാവം മോള്. മോളെ മീരെ, എന്താടാ? എനിക്ക് ചേച്ചിയമ്മയായിട്ട് ദേവേച്ചി മതി, വേറെ ആരെയും വേണ്ട. മോളെ ഡേ നോക്കി, ഇങ്ങനൊന്നും പറയാൻ പാടില്ലടാ. ബുധനാഴ്ചയല്ലേ കല്യാണം? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോടാ? ദേവേച്ചി എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ? സങ്കടപ്പെടാതെടാ, എല്ലാവരും മറക്കും. എന്നാൽ നന്ദേട്ടൻ എങ്ങനെയാ ദേവേച്ചിയെ വേണ്ടാന്ന് വെക്കാൻ കഴിയുന്നേ? ദേവേച്ചി പാവമല്ലേ? ആണുങ്ങളൊക്കെ അങ്ങനെയാണെടാ. അവർക്ക് സ്ത്രീകളുടെ ശരീരത്തെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. കളങ്കമില്ലാത്ത അവരുടെ മനസ്സ് കാണാൻ ആർക്കും പറ്റില്ല. ദേവേച്ചി, മോള് ചെല്ല്. നീ ഇവിടേക്കാണ് വന്നതെന്നറിഞ്ഞ വെറുതെ എന്തിനാ? മോള് ചെല്ല്. അല്ല ഷീട്ട, 6 മാസമായില്ലേ, ഇനി എങ്ങനെയാ കേസൊക്കെ? കേസ് നമുക്കൊന്നും നീതിയില്ലടോ. കലിയാലമല്ലേ, ഇങ്ങനെയൊക്കെ നടക്കും. കേസ് തെളിയിക്കുവാൻ നമ്മുടെ വക്കീലിന് കഴിഞ്ഞില്ല എന്ന് പ്രകാശം പറയുന്നത് കേട്ടു. നേരാണോ? അവരൊക്കെ വലിയ ആളുകളല്ലേ, പറഞ്ഞിട്ടെന്താ? നന്ദന്റെ കല്യാണം കഴിഞ്ഞുവല്ലേ, എന്നാലും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ വിധി ഇതായിപ്പോയി. ഇനി കുഞ്ഞിന്റെ കാര്യം ഇനി എങ്ങനെയാ? ക്ഷേമക്കാർ ഏറ്റെടുക്കുമെന്നാ പറയുന്നത്. അവളുടെ കാര്യം കഷ്ടമാണ്. അതിൽ പിന്നെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എൻ്റെ കുട്ടി. മരവിച്ച് ഒരേ ഇരിപ്പ്, സഹിക്കരുതോ? വയ്യ, ഇനിയും വയ്യ. തെറ്റ് ചെയ്യാതെ ഒരു കുറ്റവാളിയായി ഇനി എനിക്ക് വയ്യ. തോറ്റുപോയി ഞാൻ. ധൈര്യമായി അമ്മയോട് ക്ഷമിക്കുക. നീയും ഞാനും ഇനി ഈ ലോകത്തിന് വേണ്ട. ഇനിയും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങാൻ അമ്മയ്ക്ക് വയ്യ.
അമ്മയോട് ക്ഷമിക്ക്. ഒരു നിമിഷം നിന്നെ കൊല്ലാൻ തോന്നിയ ഈ അമ്മയോട് ക്ഷമിക്കുക അണ്ണ. എനിക്ക് നീയും നിനക്ക് ഞാനും, അത് മാത്രം മതി. മതി, ഇനിതാ ശരിയായിരുന്നു. എന്താടി നോക്കി പഠിപ്പിക്കുന്നേ? പിന്നെ നീ പോറ്റുമോ ഇതിനെ? തന്തയില്ലാത്ത. മതി, ഇനി ഒരക്ഷരം എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഇവൻ എന്റെ മോനാ, ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ. ഈ ദേവിയുടെ മോനാ ഇത്. ഇവനെ ഞാൻ വളർത്തും. ഇവന്റെ അമ്മയ്ക്ക് നിയമം തരാത്ത നീതി ഇവൻ എനിക്ക് വാങ്ങിത്തരും. ഇതുപോലുള്ള എല്ലാ അമ്മമാരുടെ ശബ്ദമാകാൻ ഞാൻ ഇവനെ വളർത്തും. തിങ്കൾ കേടാവോ